റഷ്യയും അമേരിക്കയും വലിയ ശത്രുക്കളാണ്. പക്ഷേ റഷ്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്കയെ ആക്രമിക്കുമോ? ഒരു വിദൂരമായ സാധ്യത മാത്രമാണ് അതിനുള്ളത്. പക്ഷേ അമേരിക്കയുടെ ഏറ്റവും മികച്ച സഖ്യകക്ഷിയായ ബ്രിട്ടനെ ഏത് നിമിഷവും റഷ്യ ആക്രമിക്കും. ഉക്രൈന് പുറമെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ആക്രമിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റഷ്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ അത് ബ്രിട്ടനാണ്. രണ്ടാമത്തേത് ജർമ്മനിയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. യൂറോപ്പിൽ ബ്രിട്ടന് വ്യക്തമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതിന് പക്ഷേ റഷ്യയുടെ സാന്നിധ്യം തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ എല്ലാ കാലത്തും അസ്വസ്ഥമായി കൊണ്ടിരിക്കുക തന്നെ വേണം. അത് സാമ്രാജ്യത്വ ശക്തികളുടെ ആവശ്യവും ഹിഡൻ അജണ്ടയുമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക കൈവിട്ട ഉക്രൈനെ പിന്തുണക്കുന്നു എന്ന പേരിൽ സമാധാന ശ്രമത്തിലേക്ക് നീങ്ങുകയായിരുന്ന ഉക്രൈനെ കൊണ്ട് വീണ്ടും റഷ്യയെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചതിന് പിറകിൽ ഉള്ള ഒരു ശക്തി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഇപ്പറയപ്പെടുന്ന രാജ്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് റഷ്യ. അത് പക്ഷേ പരസ്യമായി ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ജർമ്മനിയോ ബ്രിട്ടനോ ആണ് എന്നൊന്നും റഷ്യ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും മറ്റൊരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നുകൊണ്ട് രഹസ്യമായി ഇവരുടെ കറുത്ത നീക്കങ്ങൾ റഷ്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തേക്ക് ഏത് രാജ്യത്തിൻ്റെയാണോ ആയുധങ്ങൾ പതിക്കുന്നത് ആ രാജ്യത്തിനെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം സ്റ്റോം ഷോഡോ മിസൈലുകൾ റഷ്യയിലേക്ക് അയച്ചത് ബ്രിട്ടനായിരുന്നു. യുദ്ധം കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ഉക്രൈനെ വീണ്ടും വീണ്ടും യുദ്ധമുഖത്തേക്ക് തള്ളിവിടുകയാണ് ജർമ്മനിയും ബ്രിട്ടനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മുകളിൽ പറഞ്ഞതുപോലെ റഷ്യ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കണമെന്നതാണ്. ഉക്രൈനിൽ പാശ്ചാത്യ സൈനികരെ നിയമിക്കണമെന്ന വാദമുള്ളവരാണ് ജർമ്മനിയും ബ്രിട്ടനും ഒപ്പം ഫ്രാൻസും. ഈ രാജ്യങ്ങളുടെ സൈനികവും സാങ്കേതികവുമായ സഹായങ്ങളും ഉക്രൈന് നൽകി വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ബ്രിട്ടനും ജർമ്മനിയും നാറ്റോ അംഗങ്ങളാണ്. നാറ്റോയുടെ സർവാധിപത്യത്തെ യൂറോപ്പിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഉക്രൈനിൻ്റെ നാറ്റോ അംഗത്വ വാദത്തെ എതിർക്കുന്ന റഷ്യൻ നിലപാട്. റഷ്യ പഴയ സോവിയറ്റ് രാഷ്ട്രം സ്വപ്നം കാണുകയും പുടിൻ സോവിയറ്റ് സർവാധിപത്യം തിരികെ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന നേതാവാണ്. സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച ഉക്രൈനെ വീണ്ടും റഷ്യൻ ഫെഡറേഷനിൽ കൊണ്ടുവരാനുള്ള നീക്കം ഉക്രൈനിൽ മാത്രം നിൽക്കില്ല എന്നും അത് യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളെയും പിന്നീട് പതിയെ പതിയെ ബാധിക്കുമെന്നുമൊക്കെ ഈ രാജ്യങ്ങൾ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ വളർച്ച തടയൽ അവർക്ക് അനിവാര്യമാണ്. റഷ്യൻ ചാരപ്രവർത്തനത്തിന് ബ്രിട്ടനും ജർമ്മനിയും പല തവണ വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും പല രീതിയിലും റഷ്യയുടെ അട്ടിമറി ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ കാര്യമായ സുരക്ഷാ ഭീഷണി റഷ്യയിൽ നിന്നും നേരിടുന്നുമുണ്ട്. ഉക്രൈനിൽ നടന്ന റഷ്യൻ സൈനിക അതിക്രമങ്ങൾ, ബുച്ച, മരിയുപോൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ മരണങ്ങൾ, വംശഹത്യ ആരോപണങ്ങൾ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ റഷ്യക്കെതിരെ രൂക്ഷ വിമർശനം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇക്കാരണങ്ങൾ ഈ രണ്ടു രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിരന്തരമായി ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ബ്രിട്ടനും ജർമ്മനിയും ഉക്രൈന് വിവിധ ആയുധങ്ങളും പരിശീലനങ്ങളും നൽകി വരുന്നു എന്നതാണ് റഷ്യക്ക് ഈ രണ്ട് രാഷ്ട്രങ്ങൾക്ക് മേലുള്ള അടുത്ത പ്രശ്നം. ഒപ്പം ഗ്യാസ് ഉൾപ്പെടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ ഈ രാജ്യങ്ങൾ കുറച്ചതും മറ്റൊരു പ്രശ്നമാണ്. തത്വത്തിൽ ബ്രെക്സിറ്റിൽ നിന്നും പുറത്തു കടന്ന് സ്വയം സൈനിക ശക്തിയാണ് തങ്ങളെന്ന് നാറ്റോയെ കാണിക്കുവാനുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നിൽ ഗരിമയോടെ നിൽക്കാനുള്ള ബ്രിട്ടന്റെ പുറപ്പാടാണ് റഷ്യയുടെ കണ്ണിലെ കരടായി തീരാൻ ബ്രിട്ടൻ കാരണമാകുന്നതിൻ്റെ മറ്റൊരു കാരണം. ഒരു പക്ഷേ റഷ്യയുടെ പ്രത്യാക്രമണം ഏൽക്കേണ്ടി വരുന്ന പ്രഥമ രാഷ്ട്രത്തിൻ്റെ പട്ടികയിൽ ബ്രിട്ടൻ പെടാനുള്ള കാരണവും ഇതുതന്നെ. എന്നാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ബ്രിട്ടൻ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ബ്രിട്ടൻ നീങ്ങേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾക്ക് ബ്രിട്ടൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. യൂറോപ്പിൻ്റെ തന്നെ നാശത്തിന് കാരണമാകുന്ന ഈ ഒരു മുന്നേറ്റം എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിൽ വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട്. യൂറോപ്പ് ഒന്നിച്ചു വന്നാലും പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ളൊരു രാഷ്ട്രമാണ് റഷ്യ. അങ്ങനെ സംഭവിക്കുന്നത് തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. ഇതിനായി ബ്രിട്ടൻ തങ്ങളുടെ സൈനിക വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് ബില്യൺ കണക്കിന് പൗണ്ടുകൾ സമാഹരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായി പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച സർക്കാരിൻ്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രസിദ്ധീകരണത്തിന് മുന്നോടിയായാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. BBC-യുടെ അഭിപ്രായത്തിൽ റിപ്പോർട്ട് റഷ്യയെയും ചൈനയെയും UK വലിയ ഭീഷണിയായി ചിത്രീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം.
6 പുതിയ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനായി 1.5 ബില്യൺ പൗണ്ട് അഥവാ $2 ബില്യൺ പദ്ധതികളാണ് ബ്രിട്ടൻ തയ്യാറാക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്റ്റോം ഷോഡോ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് ലണ്ടൻ ഏകദേശം 6 മില്യൺ പൗണ്ട് സമർപ്പിക്കും എന്നാണ് ഹീലി ഞായറാഴ്ച BBC-യോട് വ്യക്തമാക്കിയത്. ഫ്രാൻസുമായി സംയുക്തമായാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഇത് മോസ്കോയ്ക്കും ഒരു സന്ദേശമാണ്. ഇത് ഈ വിഷയത്തിൽ ബ്രിട്ടൻ ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ സായുധ സേനയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുകയും ഇതുവഴി ഉണ്ടാകുന്നു എന്നാണ് ഹീലി പറഞ്ഞത്. ആവശ്യമെങ്കിൽ പോരാടാനുള്ള ഞങ്ങളുടെ സന്നദ്ധതയുടെ ഭാഗമാണ് ഇത് എന്നുകൂടി ഹീലി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ഏതായാലും ബ്രിട്ടൻ തയ്യാറെടുക്കുകയാണ്. റഷ്യയെ പ്രകോപിപ്പിക്കുക എന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ഇരുട്ടിന് മറവിൽ നിൽക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. ഈ ഇരുട്ടിൻ്റെ മറവിലുള്ള ശക്തികളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ റഷ്യക്ക് കഴിയുന്നിടത്താണ് 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ യൂറോപ്പ് പലതരത്തിലുള്ള രാഷ്ട്രീയ അസ്തിത്വ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണമാണ് റഷ്യ തങ്ങളുടെ സാമ്രാജ്യത്വം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഉക്രൈൻ റഷ്യ കീഴടക്കുകയും അവിടെ ഒരു പാവ ഗവൺമെൻറ്റിനെ കൊണ്ടുവരികയും ഇനി റഷ്യയുടെ തന്നെ ഫെഡറേഷൻ്റെ ഭാഗമായി ലയിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് പോളണ്ട്, ഹോളണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു കുറച്ച് രാഷ്ട്രങ്ങളിലേക്ക്, പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് അന്ന് വിഘടിച്ചു പോയ 91-ലെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ വീണ്ടും പുനഃസജ്ജീകരിക്കണം എന്ന പുടിൻ്റെ താല്പര്യം അത് സൈനികമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഉക്രൈനിൽ മാത്രം അത് നിൽക്കില്ല എന്ന ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ ആ ഒരു കരുതലിനെ അല്ലെങ്കിൽ ഭയത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴുള്ള ആക്രമണങ്ങളും ഇതേ തുടർന്ന് യൂറോപ്പും ബ്രിട്ടനുമൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മുൻകരുതലുകളും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും യൂറോപ്പ് അത്ര സേഫ് അല്ല ഈ വിഷയത്തിൽ എന്നതാണ് നമുക്കിവിടെ പറയാനുള്ളത്. waytonikah.com, the exclusive Muslim matrimonial site.